നിങ്ങൾ ബക്കറ്റിൽ നിന്നും ഫർദ് കുളി കുളിക്കുന്നവരാണോ? എന്നാൽ ശ്രദ്ധിക്കുക, പല ആളുകളുടെയും കുളി ശരിയല്ല. കാരണം എന്താണെന്നറിയോ? ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നമ്മൾ കുളിക്കാനെടുക്കുന്ന ബക്കറ്റ് ഏകദേശം 15-20 ലിറ്റർ മാത്രമേ വെള്ളം ഉൾക്കൊള്ളുകയുള്ളൂ. ആ ചുരുങ്ങിയ വെള്ളത്തിൽ നമ്മൾ കുളിയുടെ നിയത്ത് വെച്ചുകൊണ്ട് ഞാൻ വലിയ ശുദ്ധിയെ ഉയർത്തുന്നു എന്ന് കരുതിക്കൊണ്ട് നമ്മുടെ കൈ അങ്ങ് ആ വെള്ളത്തിലേക്ക് അങ്ങ് മുക്കുമ്പോൾ ആ വെള്ളം മുസ്തഅമലായ വെള്ളമായി മാറുകയാണ്. ഫർദിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമായി മാറി. പിന്നീട് ആ വെള്ളം കൊണ്ട് നമ്മുടെ ശരീരത്തിലെ ബാക്കിയുള്ള അവയവങ്ങളിലെ വലിയ ശുദ്ധിയെ നമുക്ക് ഉയർത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിനുള്ള പോംവഴി എന്താ? ഒന്നിക്കൽ ഷവറിൽ നിന്ന് കുളിക്കുക, അപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ നിയത്ത് വെച്ചതിൻ്റെ ശേഷം ആദ്യം കുളിയുടെ നിയത്ത് വെക്കാം. എന്നിട്ട് വെള്ളം കോരിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാട്ടെടുക്കാൻ വേണ്ടിയിട്ട് കൈയിടുമല്ലോ. അപ്പോൾ ഞാൻ വെള്ളം കോരിയെടുക്കുന്നു എന്ന് കരുതാം. ഞാൻ വെള്ളം കോരിയെടുക്കുന്നു എന്ന് കരുതാം. അങ്ങനെ കരുതിക്കൊണ്ട് നമുക്ക് കൈ മുക്കിക്കൊണ്ട് വെള്ളം എടുക്കാം. അപ്പോൾ പ്രശ്നമില്ല. അതൊരു രൂപം. അതുമല്ലെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? വെള്ളം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ടാപ്പിൻ്റെ അടിയിൽ കൈ കാണിച്ചു കൊടുക്കുക. നിയത്ത് വെച്ചുകൊണ്ട് ടാപ്പിൻ്റെ അടിയിൽ കൈ കാണിച്ചു കൊടുത്തിട്ട് ഈ ഭാഗത്തിൻ്റെ അശുദ്ധി, വലിയ അശുദ്ധി അങ്ങ് നീക്കം ചെയ്യാം. പിന്നീട് നമുക്ക് എന്തൊക്കെയാ? ഈ കൈ വെള്ളത്തിലേക്ക് മുക്കുക. അപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. ഈ 2 മാർഗ്ഗങ്ങൾ ചെയ്തുകൊണ്ട് കൈയിടുകയാണെങ്കിൽ ആ വെള്ളം ചെയ്യൂല, മുസ്തഅമലായ വെള്ളമായി മാറുകയില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് കുളിക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ്. ഈ വിഷയം പല ആളുകൾക്കും അറിയൂല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല സ്ഥലങ്ങളുണ്ട്. നമ്മുടെ ചെവികൾ, ആ ചെവിയുടെ ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ കഴുകണം, ഈ ഉൾഭാഗങ്ങളൊക്കെ കഴുകണം. അതുപോലെ തന്നെ നമ്മുടെ പൊക്കിള്, അതുപോലെ തന്നെ നമ്മുടെ മുന്തുവാരവും പിന്തുവാരവും അടക്കം നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് കഴുകണം. അതുപോലെ തന്നെ നമ്മുടെ നഖങ്ങൾക്കടിയിൽ ചെളിയുണ്ട് എങ്കിൽ ആ ചെളിയെ നമ്മൾ നീക്കം ചെയ്യണം. എന്നാലേ അവിടെ വെള്ളം ചേരുകയുള്ളൂ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് കുളിക്കണേ എന്ന് ഞാൻ ഉണർത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഫർദ് കുളിയൊക്കെ സ്വീകരിക്കപ്പെടുന്ന കുളിയാക്കി മാറ്റുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.